എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് GTA 5. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാറുകളൊക്കെ അടിച്ചു മാറ്റാൻ പോവാ. വേറെ ആരുടെ അല്ല, നമ്മുടെ ലോസ് ആൻഡോസിൽ ഒരു മില്യണർ ഉണ്ട്. അയാളുടെ പേരാണ് മാർട്ടിൻ മഡ്രാസോ. അയാളുടെ വീട്ടിൽ കയറിയിട്ട് എല്ലാ കാറും അടിച്ചു മാറ്റാൻ പോവാ. പണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിന് മാർട്ടിൻ മഡ്രാസോ ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് എടുക്കാനായിട്ടാണ് എല്ലാ കാറുകളും അടിച്ചു മാറ്റാൻ പോണേ. മാർട്ടിൻ മഡ്രാസോന് ഒരു പണി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാണുന്ന വണ്ടി എടുത്തിട്ട് നേരെ മാർട്ടിൻ മഡ്രാസോൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഞാൻ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീടൊക്കെ എനിക്കറിയാം. പിന്നെ ഈ വണ്ടി ഞാൻ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നീല കളർ സ്മോക്കൊക്കെ വരുന്നുണ്ട്. ആദ്യം എനിക്ക് ഈ വണ്ടി കിട്ടിയപ്പോൾ ഒരു വെള്ള കളറിലായിരുന്നു. പിന്നെ ഞാനത് കാർബൺ ബ്ലാക്ക് ആക്കി. ഇപ്പോൾ കാണാനായിട്ട് വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കണു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ മാർട്ടിൻ മഡ്രാസോൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മാർട്ടിൻ മഡ്രാസോൻ്റെ വീട്. ഞാനിപ്പോൾ ഏതായാലും മെയിൻ എൻട്രൻസ് വഴി കയറണില്ല. അവിടെ മാർട്ടിൻ മഡ്രാസോൻ്റെ ഗാർഡ്സ് ഉണ്ടാവും. അവർ കണ്ടു കഴിഞ്ഞാൽ പണിയാവും. ആ മില്യണറല്ലേ, എന്തായാലും ഗാർഡ്സ് ഉണ്ടാവും. നമുക്ക് പതുക്കെ പോയിട്ട് അങ്ങ് വണ്ടികളൊക്കെ അടിച്ചു മാറ്റാം. ആദ്യം നമുക്ക് നോക്കി നോക്കാം അവിടെ ഏതൊക്കെയാണ് വണ്ടികളുള്ളതെന്ന്. ഓക്കെ, എനിക്ക് മുമ്പിൽ ചുവപ്പ് കളറിലൊരു വണ്ടി കാണാണ്ട്. ഇവിടെയും ഒരു ചുവപ്പ് കളർ വണ്ടിയുണ്ട്, മിക്കവാറും ഫെറാറിയും. പിന്നെ ഇപ്പുറത്ത് സൂപ്പർ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഇതാ മറ്റേ പൗൾ വാക്കറിന്റെ സൂപ്പറല്ലേ. അതിങ്ങനെ ഇവിടേക്ക് എത്തിയേ എങ്ങനെയാണാവോ? ഇവിടെ ഇപ്പോൾ 2 ഫെറാറി ഉണ്ട്, ഒരു വെള്ള കളർ വണ്ടി ഉണ്ട്, പിന്നെ നേരെ ഒരു SUV ഉണ്ട്. അത് ഏതാ വണ്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പുറത്തൊരു ഹമ്മറും. അപ്പോൾ ഈ കാണുന്ന വണ്ടികളാണ് ഞാൻ അടിച്ചു മാറ്റാൻ പോണേ. നമുക്ക് ഓരോന്നായിട്ട് അടിച്ചു മാറ്റേണ്ടി വരും. എനിക്കിവിടെ ഗാർഡ്സ് ഒന്നും കാണാനില്ല. ഓക്കെ, അവിടത്തെ ഗാർഡ്സ് ഉണ്ട്, 2 ആൾക്കാരെ എനിക്ക് കാണാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗാർഡനറും കൂടി ഉണ്ട്. ആദ്യം അങ്ങോട്ട് പോവുണ്ടത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പതുക്കെ പോയിട്ട് വണ്ടികളൊക്കെ അടിച്ചു മാറ്റാം. ഓക്കെ, നമുക്ക് ആദ്യം ഈ കാണുന്ന സൂപ്പർ അടിച്ചു മാറ്റാം. സൂപ്പർ ഒരു റെയർ കാറാ. ഇവിടെ ഇപ്പോൾ ആരും എന്നെ കാണില്ല. നമുക്ക് ഈ സൂപ്പർ എടുത്ത് സ്ഥലം വിടാം. ഓ, ഇത് ലോക്കാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നമുക്കിനി ഇതിൻ്റെ താക്കോല് പോയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഒരു ബോഡി ഗാർഡ് ഉണ്ട്, അത് നേരെ നോക്കിയിട്ടാണ് നിൽക്കണേ. നമുക്ക് ഏതായാലും ഈ വീടിൻ്റെ അകത്തേക്ക് കയറാം, എന്നിട്ട് താക്കോലൊക്കെ തപ്പാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. വീടിൻ്റെ അകത്ത് എനിക്ക് ആരെയും കാണാനില്ല. ഓക്കെ, ഈ റൂം ലോക്കാണ്. ഇവിടെ എവിടെയെങ്കിലും താക്കോലുണ്ടാവും. ഓക്കെ, ഇവിടെ മുമ്പിൽ കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തൊന്നും താക്കോലില്ല. ഓക്കെ, ഇവിടെയും കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. ഇവിടെയും താക്കോലൊന്നുമില്ല. ഇതൊക്കെ എവിടെയാണ് അവ കൊണ്ടുവച്ചേക്കണത്? ഈ ഭാഗത്തും കുറച്ച് ഡ്രോവേഴ്സ് ഉണ്ട്. അയ്യോ, ഞാൻ എന്തൊരു സാധനം പൊട്ടിച്ചു. ഇനിയിപ്പോൾ ബോഡി ഗാർഡ്സ് അലർട്ടാവോ? പണി പാളിയല്ലോ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് താക്കോലങ്ങ് കണ്ടുപിടിക്കാം. ആരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം ശരിക്കും പണി പാളി. ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്, ഇതിനകത്തുണ്ടാവോ ചാവി? ഓക്കെ ഗൈസ്, എനിക്ക് ആ ബോക്സിൻ്റെ അകത്തുനിന്ന് ചാവികളൊക്കെ കിട്ടി. എല്ലാ വണ്ടികളുടെയും ചാവി കിട്ടി. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്കിനി പോയിട്ട് ഓരോന്നായിട്ട് വണ്ടികളങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ബോഡി ഗാർഡ്സ് ആരും വളർട്ടായില്ല. നമുക്ക് പതിയെ പോയിട്ട് ആ സൂപ്പറിങ് അടിച്ചു മാറ്റാം. സൂപ്പർ സ്റ്റാർട്ടാക്കിയ ചിലപ്പോൾ ബോഡി ഗാർഡ്സ് അലർട്ടാവും. ഭയങ്കര സൗണ്ടാണേ. ഓക്കെ, നമുക്ക് പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറാം. അവിടെ ഓർത്ത് നിൽക്കുന്നുണ്ട്. അയാൾ എന്ത് സ്വപ്നം കണ്ട് നിൽക്കണാവോ? വണ്ടി ഞാനിപ്പോൾ ഏതായാലും സ്റ്റാർട്ടാക്കി. അയാൾ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, ആളിത് അങ്ങോട്ട് നോക്കി. നമുക്ക് പതുക്കെ വണ്ടി എടുത്ത് സ്ഥലം വിടാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ഫസ്റ്റ് വണ്ടി അടിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ പൊട്ടൻ ഇതൊരിക്കലും മറിഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ ഏതായാലും ഈ വണ്ടി എടുത്ത് സ്ഥലം വിടാം. സൂപ്പറല്ലേ, ഭയങ്കര സ്പീഡാവും. ഓക്കെ, ഇവിടെ ഞാൻ സൂപ്പറേയും കൊണ്ട് വീട്ടിലേക്ക് എത്തി. ഈ ബൈക്ക് ഞാൻ ഗ്യാരേജിൻ്റെ അകത്തായിരുന്നല്ലോ വെച്ചേ. ഇതാരാ പുറത്ത് കൊണ്ടുപോയി വെച്ചേ? ആരാണാവോ? നമുക്കിത് പതുക്കെ ഗ്യാരേജിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വണ്ടി കൊണ്ടുവന്നേക്കാണ്. നമുക്കിനി അടുത്തതും കൂടിയും കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ വീണ്ടും അയാളുടെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമുക്കിനി അടുത്ത വണ്ടി അടിച്ചു മാറ്റണം. അടുത്തത് ഏത് വണ്ടി അടിച്ചു മാറ്റുക? നമുക്ക് നോക്കി നോക്കാം. അവിടെ ഒരു ഫെറാറി പോലത്തെ ഒരു വണ്ടിയുണ്ട്. നമുക്കിനി അത് അടിച്ചു മാറ്റിയാൽ മതിയാ. എൻ്റെ കയ്യിലൊരു ഫെറാറിയുടെ ചാവി ഉണ്ട്.
മിക്കവാറും അത് ഫെറാറിയോ. ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. ആ ഗാർഡനർ ചിലപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അയാളെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. ഓക്കെ, മുമ്പിൽ ഒരു ഫെറാറി ഉണ്ട്. നമുക്കിനി അതങ്ങ് അടിച്ചു മാറ്റാം. ഓക്കെ, ഇതും കൂടി അങ്ങനെ അടിച്ചു മാറ്റിയേക്കാണ്. വേഗം സ്ഥലം വിടാം. തിരിഞ്ഞു നോക്കണ്ട. ഇത് ഏത് മോഡൽ ഫെറാറിയാണാവോ? ലാ ഫെറാറി അല്ല. ഞാൻ ആദ്യം ലാ ഫെറാറിയാന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് വേറെ ഏതൊരു മോഡലാ. എന്തെങ്കിലും ആവട്ടെ, വണ്ടി ഇപ്പോൾ ഏതായാലും എക്സ്പെൻസീവാ. നമുക്കിനി ഇതും കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ഫെറാറിയും കൂടിയും വീടിൻ്റെ ഗാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇനിയും ഒരു 2-3 വണ്ടികൾ ബാക്കിയുണ്ട്. അതും കൂടി അങ്ങ് അടിച്ചു മാറ്റണം. അവിടെ പിന്നെ ഞാൻ ഹമ്മർ ഉണ്ട്. നമുക്കിനി അടുത്തത് ഹമ്മർ അടിച്ചു മാറ്റാം. ഓക്കെ, നമുക്കിനി ഒരു വണ്ടി ആവശ്യമുണ്ടല്ലോ. ആരുടെയെങ്കിലും വണ്ടി അടിച്ചു മാറ്റിയിട്ട് വേണം അവിടെ വരെ പോവാൻ. അത് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ വണ്ടികളും അവിടെയാ. നമുക്കിനി അതും കൂടിയും കൊണ്ടുവരണം. ഞാൻ എന്തിനാ ആ വണ്ടികൾ കൊണ്ടുപോയേ? ഇവിടുന്ന് റോട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ മതിയായിരുന്നു. അതാണെങ്കിൽ അവിടെ ഇട്ടിട്ട് പോന്നാൽ മതി. ഇതെന്തത്, ഇവിടെ റോട്ടിലൊരു വണ്ടി പോലും കാണാലല്ലോ. അല്ലാത്ത സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ പോണത്. ഓക്കെ, ഇവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. നമുക്കതങ്ങ് അടിച്ചു മാറ്റാം. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടി എൻ്റെയാണ്. നമുക്കിനി ഇതും കൊണ്ട് പോവാം. ഏയ്, ഇയാൾ നമ്മൾ അടിക്കാൻ വരുന്നുണ്ടല്ലോ. എന്താ ബ്രോ, മൊടയാണോ? മേത്തിക്കൂടെ കയറ്റട്ടെ വണ്ടി? നല്ല സുഖം ഉണ്ടാവും. അല്ല പിന്നെ ഒന്നുകൂടി അങ്ങ് കയറ്റേക്കാം. ബേണോട്ട് അടിക്കാം. അടിക്കാൻ വരുന്ന അയാള്. ഇവിടെ ഞാൻ വീണ്ടും വന്നേക്കാണ് 3ാമത്തെ വണ്ടി അടിച്ചു മാറ്റാൻ. ഈ വണ്ടിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. വരുന്ന വഴിയിൽ ഒരു കൊക്കയിൽ വീണു. വല്ലവരുടെ വണ്ടിയല്ലേ, കുഴപ്പമില്ല. 3ാമത്തെ ഇപ്പോൾ ഏത് വണ്ടി അടിച്ചു മാറ്റുക? ഞാൻ ഹമ്മർ അടിച്ചു മാറ്റിയാലോ എന്ന് ആലോചിക്കണേ. ഒരു മിനിറ്റ്, ഹമ്മറൊക്കെ വിട്. ഇവിടെ ഒരു ഡിഫൻഡർ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതങ്ങ് അടിച്ചു മാറ്റിയാൽ മതി. അവിടുത്തെ ഹമ്മർ പോയല്ലോ. അവിടെ ഒരു ഫെറാറി വന്നു. എന്തെങ്കിലും ആട്ടെ, ഫെറാറി നമ്മൾ ഒരെണ്ണം അടിച്ചു മാറ്റി. അതുകൊണ്ട് നമുക്ക് ഈ ഡിഫൻഡർ അങ്ങ് അടിച്ചു മാറ്റാം. പക്ഷെ ഇവിടെ ഒരുത്തം നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് 2 പേര് ബീഡി വലിച്ച് നിൽക്കുന്നുണ്ട്. ഇവന്മാരെ ഒന്ന് തട്ടേണ്ടി വരും. എൻ്റെ കയ്യിൽ ഒരു സ്റ്റൺ ഗൺ ഇരിക്കുന്നുണ്ട്. നമുക്കിത് വെച്ച് ബോധം കെടുത്താം. ഇവന്മാരെ അലർട്ടായില്ലോ. പണിപ്പാളി. അയാൾ ഫയർ ചെയ്തു. അന്നേരം ഇവിടെ എല്ലാ ബോഡി ഗാർഡ്സും അലർട്ടായി. ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും അടിച്ചിടാം. ഞാൻ ആദ്യം വിചാരിച്ചത് ബോധം കെടുത്താന്നാ. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, എല്ലാത്തിനും അങ്ങ് അടിച്ചിടാം. ഇവിടെ ഇപ്പം എത്ര പേരുണ്ട്? എനിക്ക് തോന്നണത് ഇവിടെ അധികം ആൾക്കാരില്ലെന്നാ. ഓക്കെ, ഇയാൾക്കത് വെടി വയ്ക്കാൻ അറിയില്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉള്ളവന്മാരങ്ങനെ തീർത്തുണ്ട്. ഇത്ര ആൾക്കാരുള്ളൂ. എന്തെങ്കിലും ആട്ടെ, ഇവിടെ മസ്റ്റാങ് ഇരിക്കണേട്ടാ. നമുക്ക് ആദ്യം ഈ ഡിഫൻഡർ അടിച്ചു മാറ്റാം. ഡിഫൻഡറിൽ ചെറിയ ഡാമേജ് ഒന്നുണ്ട്. പക്ഷെ ഗ്ലാസ് ഒന്നും പൊളിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ആട്ടെ, ആദ്യം നമുക്ക് ഈ ഡിഫൻഡർ അടിച്ചു മാറ്റാം. പിന്നീട് നമുക്ക് വന്ന് ഈ മസ്റ്റാങ് അടിച്ചു മാറ്റാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫെറാറി ഇരിക്കണ്ടായിരുന്നു. അതടിച്ചു മാറ്റണ. നോക്കാം. ഈ വണ്ടി ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക കുറച്ച് പാടാണല്ലോ. ഇവന്മാരെന്തിനാ ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയേ? ഇവിടെ മുറ്റത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. എന്തെങ്കിലും ആട്ടെ, നമുക്കിനി ഇതും കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാൻ ഡിഫൻഡറും കൂടിയും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ വണ്ടികളില്ലേ, അതും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 വണ്ടികൾ കൊണ്ടുവരാനായിട്ട് വലിയ പാടുണ്ടായിരുന്നില്ല. അത് ഞാൻ പുറത്തായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മസ്റ്റാങ്കും പിന്നെ അപ്പുറത്തൊരു ഫെറാരിയും ഇരിക്കണ്ടായിരുന്നു. അതും കൂടിയാണ് അടിച്ചു മാറ്റാനുള്ളത്. നമുക്കിനി അതും കൂടിയും പോയിട്ട് അങ്ങ് അടിച്ചു മാറ്റാം. എനിക്കൊരു വണ്ടിയുടെ ആവശ്യമുണ്ട്. നമുക്ക് തൽക്കാലം ഈ വണ്ടി അങ്ങ് എടുക്കാം. ഇറങ്ങി പോടാ അവിടെ നിന്ന്. ഇതൊരു ജാഗോറ പോലത്തെ ഒരു വണ്ടിയാ. ജാഗോറ അല്ല, ഒരു ഈച്ച കോപ്പിയാ. ഇയാളെങ്ങോട്ടേക്ക് ഓടിപ്പോണേ? മാറൊക്കെ അവിടേക്ക്. ഈ പെണ്ണെന്നൂടെ നടു റോട്ടിൽ നടക്കണ്. ആ ബാക്കിലത്തെ വണ്ടിക്കാരൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും വന്നേക്കാണ്. ഒരു മിനിറ്റ്, ഇവിടെ പോലീസൊക്കെ വന്നല്ലോ. അവിടുത്തെ മാട്ടി മദ്രസയും നിൽക്കുന്നുണ്ട്. നേരത്തെ ഗൺ ഫൈറ്റ് ഉണ്ടായില്ലേ, ആരോ മാട്ടി മദ്രസനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ പോലീസൊക്കെ വന്നേക്കാ. പക്ഷേ 2 ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ഗ്രൂപ്പായിട്ടല്ല വന്നേക്കണ്. ഇവന്മാരങ്ങ് സുഖമായിട്ട് അടിച്ചിടാം. വലിയ സീനൊന്നും ഉണ്ടാവില്ല.
ഓക്കെ, എൻ്റെ ഗണ്ണ് എടുക്കട്ടെ. AK-47 എടുക്കാം, എല്ലാത്തിനും അടിച്ചിടാം. ഓക്കെ, ഇവിടെ ഞാൻ പോലീസുകാരെ അടിച്ചിട്ടു. ആ മാട്ടി മദ്രാസനും വെടി കൊണ്ടു. അയാൾ അവിടെ കിടക്കണു. ഇവിടെ ഇപ്പോഴും അയാളുടെ ബോഡി ഗാർഡ്സ് ഉണ്ട്. എല്ലാത്തിനെയും അടിച്ചിടാം. ഓക്കെ, ഒരു മിനിറ്റ്. ആ മസ്റ്റാങ്കുമേ വെടി കൊള്ളാൻ പാടില്ല. പിന്നെ റിപ്പയർ ചെയ്യണമെങ്കിൽ കുറേ പൈസ ചിലവാകും. നമുക്ക് കുറച്ച് നീങ്ങി നിന്ന് അടിക്കാം. ഓക്കെ, അയാൾ ആ മസ്റ്റാങ്ങിൻ്റെ അടുത്ത് നിന്നാണ് വെടി വയ്ക്കണേ. ഓക്കെ, ഇവിടെ ഞാൻ ഇയാളെയും അടിച്ചിട്ടു. ലാസ്റ്റ് ഒരുത്തനും കൂടി മാത്രം ബാക്കിയുണ്ട്. ഓക്കെ, ഇത് പോലീസ് വണ്ടിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അതിനും അടിച്ചു. ഇതാരാ ഇത് ഇവിടെ നിന്ന് വന്ന്? ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാത്തിനും അടിച്ചിട്ടു. ഇവിടെ ഇപ്പോൾ ആരും ബാക്കില്ല എന്ന് വിചാരിക്കണു. ഇനിയിപ്പോൾ ആരെങ്കിലും വരുന്നേക്കാളും മുമ്പ് നമുക്ക് ഈ മസ്റ്റാങ് എടുത്ത സ്ഥലം വിടാം. അതായിരിക്കും നല്ലത്. ഓക്കെ, വണ്ടി ഞാനിപ്പോൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് കുറച്ച് പാടാ. ഓക്കെ, വണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് എടുത്തു. നമുക്കിനി ഇതും കൊണ്ട് സ്ഥലം വിടാം. ഗൈസ്, നമുക്ക് നൈസായിട്ട് പണിപ്പാളി. ഇവിടെ നമുക്ക് 3 സ്റ്റാർ വാണ്ടഡ് ലെവൽ വന്നു. ഇതേ പോലീസ് മുമ്പിൽ നിൽക്കണു. നമുക്കിനി ഇവരുടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ഞാനിപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഹൈവേയിൽ നമുക്ക് പടച്ചു വിടാം, ഒന്നും നോക്കണ്ട. പക്ഷേ ഇവന്മാർ ഹൈവേയിലും ബ്ലോക്ക് ചെയ്യും, അതാണ് പ്രശ്നം. ഓ, ഇവന്മാരെൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ചു. വണ്ടി നൈസായിട്ട് ഡാമേജ് ആയി. ഷേ, ഞാൻ നോക്കിയും കൊണ്ട് പോവാന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഏതായാലും റിപ്പയർ ചെയ്ത് പോകേണ്ടി വരും. ആദ്യം നമുക്ക് ഈ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടണം, എന്നാലേ നമുക്ക് ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മറ്റേ മെട്രോ സ്റ്റേഷനില്ലേ, അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതിൻ്റെ മേലെയാണ് മെട്രോൻ്റെ ലൈൻ വരണേ. ഈ പോലീസുകാരെന്നെ വണ്ടി നശിപ്പിക്കുമല്ലോ. നശിപ്പിച്ചിട്ടിപ്പോൾ ഇവന്മാർക്ക് എന്തുട്ട് കിട്ടാനാ? ഇതിപ്പോൾ എത്ര പൈസയാണ് ചിലവാവുക ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ? നമുക്ക് ആ മെട്രോൻ്റെ ലൈനില്ലേ, അത് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ ടണൽ കണ്ടുപിടിച്ചേക്കാണ്. ഇനിയിപ്പോൾ പോലീസുകാർ ഇതിൻ്റെ ഉള്ളിൽ വരില്ല, അത് ഉറപ്പാ. നമുക്കിപ്പോൾ ഏതായാലും കുറച്ച് ടൈം ഇതിൻ്റെ അകത്ത് വെയിറ്റ് ചെയ്യാം. ആ, വണ്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ വാണ്ടഡ് ലെവലൊക്കെ പോയി. ഇനിയിപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരില്ല. നമുക്കെന്നൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയും കൊണ്ട് നേരെ ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടിയും കൊണ്ട് ലോസ് ആൻഡോസ് കസ്റ്റംസിലേക്ക് വന്നു. ഇനി എത്രയാണ് അവർ റിപ്പയർ ചെയ്യാൻ? ഓക്കെ, $623 റിപ്പയർ ചെയ്യാൻ. നമുക്ക് തൽക്കാലം വണ്ടി റിപ്പയർ ചെയ്താൽ മതി, മോഡിഫൈ ഒന്നും ചെയ്യണില്ല. നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ മാട്ടി മദ്രാസൻ്റെ വണ്ടികളൊക്കെ അടിച്ചു മാറ്റി. അവിടെ ഇനിയും വണ്ടികളൊക്കെ ഇരിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോണത് റിസ്ക്കാ. അവിടെ മിക്കവാറും പോലീസുകാരുണ്ടാവും. എന്തെങ്കിലും ആട്ടെ, ഈ 4 വണ്ടികൾ അടിച്ചു മാറ്റിയില്ലേ, ഇതൊക്കെ ധാരാളം.